നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 8-ാം തീയതി 1200-ാം ആണ്ട് കർക്കടക മാസം 23-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഉത്രാടം നക്ഷത്രവുമാണ്. ശരിക്ക് ഉത്രാട നക്ഷത്രങ്ങളിലെ ശുഭനക്ഷത്രമാണ്. അതുപോലെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വളരെ ശുഭദിനമാണ്. വെള്ളി എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ ദിവസമാണ്. ശുക്രവാരം എന്ന് പറഞ്ഞാൽ ശുക്രഭഗവാന്റെ ദിനമാണ്. എന്ത് സൗഭാഗ്യത്തിനും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ദിവസമാണ് കിട്ടിയിരിക്കുന്നത്, നല്ല നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ആണ് ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണെന്ന് അറിയുക. കുറേയേറെ ഭാഗ്യത്തെ പ്രദാനം ചെയ്തു തരും, പുരോഗതിയെ പ്രദാനം ചെയ്തു തരും, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക നേട്ടം, അതിൽ ഉപരി വിവാഹം നടക്കാത്തവർക്ക് വിവാഹാദി കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അതുപോലെ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അപ്പോൾ വിവാഹ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതൊക്കെ പരിഹരിക്കപ്പെടാൻ പറ്റിയ കാലയളവാണ്. അതുപോലെ മക്കളുടെ മംഗല്യം നടക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന പേരൻസിന് മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റുന്ന കാലയളവാണ്. ഇങ്ങനെ കുറേ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമുക്ക് നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുക. ഒന്നിന് ഒരാളിനെ കാണാൻ അല്ലെങ്കിൽ ഒരു ശുഭകാര്യം സംസാരിക്കാൻ, ഒരു ശുഭയാത്രയ്ക്ക് നമ്മൾ തിരിക്കുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം വരുന്നത് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:57 തൊട്ട് 12:30 വരെ ആണ് രാവുകാല സമയം. അത് അരമണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ രാവുകാലം 12 മണിക്ക് തീരുമെന്നും പറഞ്ഞ് നമ്മൾ 12 മണി കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ 12 കറക്റ്റ് രാവുകാല സമയത്തായിരിക്കും. രാവുകാലം തുടങ്ങി എന്ന് പറയുന്ന സമയത്ത് തുടങ്ങൂല. അപ്പോൾ ഏകദേശം 10:57 തൊട്ട് 12:30 മണി വരെ രാവുകാല സമയം. ഈ സമയം ശുഭയാത്രയ്ക്കെടുക്കരുത്. അതുപോലെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് തുനിയുമ്പം ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 7:51 തൊട്ട് 7:51 തൊട്ട് 9:24 വരെ ഗുളികനും 3:26 തൊട്ട് 5:09 വരെ യമകണ്ഠകാല സമയവും. ഒരു ശുഭകാര്യങ്ങൾക്കും ഈ സമയം എടുക്കരുത്. അതുപോലെ എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണി മുതൽ 12:06 തൊട്ട് 12:54 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ അല്ലാതെ മുഹൂർത്തം ഇല്ലാത്ത ദിവസം തന്നെ അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. ഇന്ന് മുഹൂർത്തമുള്ള ദിവസമാണ്. അഭിജിത്ത് മുഹൂർത്തം എടുത്താൽ കുറച്ചുകൂടി ശോഭനമായിരിക്കും. അതുപോലെ ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ചുവപ്പ് വസ്ത്രത്തിൻ്റെ കൂടെ ചുവപ്പ് കളറും കൂടി ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരും. എല്ലാവർക്കും ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.